അമ്മയോ അച്ഛനോ അവിടെ പൊതിഞ്ഞ് നടക്ക്, ഇവിടെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി ചിലപ്പോൾ കാണുന്നത് ചൈന, ജപ്പാൻ, കൊറിയ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ അഡൾട്ട് കണ്ടന്റും കൂടിയിട്ടുള്ള വെബ് സീരീസ് ആയിരിക്കും. സ്വന്തം കുട്ടിക്ക് പീരീഡ്സ് ഉണ്ടാവുന്ന പ്രായമായിട്ട് പോലും ഇന്നും പീരീഡ്സ് എന്താണെന്ന് കൃത്യമായി അറിയാത്ത ആണുങ്ങളുണ്ട്. ഓരോ വ്യക്തികളുടെയും ധാരണ എന്റെ കൊച്ചിന്റെ നോട്ടം മുഴുവൻ എന്റെ അവകാശമാണെന്നുള്ളത്. എനിക്ക് വിഷമം വരുന്നു എന്നല്ല ഇന്ന് ആളുകൾ പറയുന്നത്, എനിക്ക് കരച്ചിൽ വരുന്നു എന്നല്ല പറഞ്ഞത്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് മറ്റത് ഷൂട്ടപ്പ് ചെയ്തു, എനിക്ക് ട്രിഗർ ചെയ്തു, എനിക്ക് മറ്റേ BPD ആണ്. പുറത്ത് ഭയങ്കര പുരോഗമനവും അകത്ത് ഷമ്മി കളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് നമുക്കെന്നറിയാം. പറയാൻ മാനസികാരോഗ്യമുള്ളതുപോലെ കേൾക്കാനും മാനസികാരോഗ്യമുണ്ട്. ഏതാണ് പറയേണ്ടതെന്ന് പോലും സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അറിയത്തില്ല. ഇന്ന് നമ്മൾ കാണുന്ന കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന എല്ലാ ആളുകളും കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ല. ഹായ്, നമസ്കാരം, ഞാനാണ് ശരത് തേന്നുമൂല. നിങ്ങൾക്കറിയാം, ഞാനൊരു ആക്ടറാണ്. കുട്ടനാടൻ മാർപ്പാപ്പ, ഓപ്പറേഷൻ ജാവയിലെ വില്ലനാണ്. ഒപ്പം അയനിക എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ്. 20 വർഷമായി മെൻ്റൽ ഹെൽത്തും കുട്ടികളും അങ്ങനെ വ്യത്യസ്തമായ പ്രായത്തിലുള്ള ആളുകളോട് പരിശീലനങ്ങൾ നടത്തുന്ന സേയസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും കൂടിയിട്ടാണ്. അയനിക എന്നാണ് ആ ഒരു മെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷന്റെ പേര്. അതൊരു പീപ്പിൾസ് മെന്റൽ ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ആണ്. മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ആളുകളുടെ സ്റ്റിഗ്മ കുറയ്ക്കാനും മെന്റൽ ഇൽനെസിനെ കുറിച്ചും ബോധമുണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സ് ഫോം ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിന്റെ ആരോഗ്യം. അത് ഇന്ന് ജനങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ട്. കാരണം കോവിഡും പ്രളയവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ഇപ്പൊ ഈ പറഞ്ഞ പ്രൊജക്ട് നടന്നത്. അതിന്റെ പ്രൊജക്ടിന്റെ പേര് ഉണർവ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയ്യണമെങ്കിൽ ആ ത്രിതല ഭരണ പഞ്ചായത്ത് സംവിധാനത്തിൽ ഒരു പദ്ധതിക്ക് ഹെഡ് ഉണ്ടാവണം. പദ്ധതിക്ക് ഒരു ഇപ്പൊ ആരോഗ്യത്തിന് ഒരു ഹെഡ്, വാർദ്ധക്യം, അങ്ങനെ ഓരോന്നിനും വിദ്യാഭ്യാസം, അങ്ങനെ പദ്ധതി ഹെഡുകളാക്കി തിരിച്ചിട്ടാണ് അതിനാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. കാരണം ബഡ്ജറ്റിൽ അങ്ങനെ തിരിച്ചാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഇനി വരുന്ന സമയങ്ങളിൽ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടും എന്നുള്ളത് കൊണ്ടും ഇപ്പൊ ഒരു മറ്റേ ലഹരിന്റെ സാധനം കൂടുന്നു, ഇപ്പൊ ശരിക്കും കൂടിയിട്ടുണ്ട്. കുട്ടികളിലും സ്ത്രീകളിലും അവർക്കെതിരെയും അവരുടെ ഇടയിലും ക്രിമിനൽ വാസനകൾ കൂടും, ഫാമിലി ഇഷ്യൂസ് കൂടും, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ കൂടും, സോഷ്യൽ സ്പേസുകളുടെ എണ്ണത്തിൽ കുറവ് വരും, വിഡ്രോവൽസ് വരും. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നത് ഈ കോവിഡ് പോലുള്ള അങ്ങനെ ഒരു വലിയ സാധനത്തിന് നമ്മുടെ ഒരു പ്രഡിക്ഷനിലൊന്നും ഉണ്ടാവാതിരുന്നൊരു കാര്യം. അതൊഴിച്ച് നമുക്ക് പ്രഡിക്റ്റ് ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ വരുമ്പോൾ അതാത് പഞ്ചായത്തിൽ, അതാത് ബ്ലോക്ക് പഞ്ചായത്തിൽ, അതാത് ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ അതിനു വേണ്ടി പദ്ധതി ഹെഡ് ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പദ്ധതി ഹെഡ് ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ഈ പറയുന്ന 3 തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രൊജക്ട് ചെയ്യാൻ കഴിയുക? ഒരു ആശുപത്രി തുടങ്ങലല്ല, ഒരു സ്ഥലത്തേക്ക് നമ്മളുടെ ബഡ്ജറ്റിൽ തുക വിനിയോഗിച്ചിട്ട് 3 ലക്ഷ്യങ്ങളായിരുന്നു ആ പ്രൊജക്ട് ചെയ്യുന്നതിൽ. ഒന്ന്, പദ്ധതി ഹെഡാക്കി കൊണ്ടുവരിക. മെന്റൽ ഹെൽത്ത് ഡേ ജനകീയമായിട്ട് ആചരിക്കുക. എന്നാണ് മെന്റൽ ഹെൽത്ത് ഡേ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയത്തില്ല. ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേ. ഇപ്പൊ നമ്മുടെ 2ാമത്തെ ആവശ്യമായിരുന്നു. 3ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിന് പരിഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ സാമൂഹിക പദ്ധതികളെ പുനരാവിഷ്കരിച്ച് നടപ്പിലാക്കുക. കാരണം അതുവരെ ഉള്ളതിൽ മാനസികാരോഗ്യത്തെ കൂടി മുഴുവനായി പരിഗണിച്ചുകൊണ്ടല്ല. ഇപ്പൊ പക്ഷെ നമുക്കറിയാം, ഇന്ന് വാ തുറന്നാൽ 10 വാചകം സംസാരിക്കുമ്പോൾ എല്ലാ ആളുകളും എന്ത് ചെയ്യാറുണ്ട്, മാനസികാരോഗ്യം പറയുന്നുണ്ട്. അന്ന് ചെയ്യുമ്പോൾ ഒന്നുകിൽ മെന്റൽ ഇൽനെസ്, മാനസിക രോഗം, അല്ലെങ്കിൽ ഇത് സ്പിരിച്വാലിറ്റി, ഒന്നുകിൽ തെക്ക് അല്ലെങ്കിൽ നേരെ വടക്ക്. ഇതിന്റെ ഇടയ്ക്കുള്ള പരിപാടിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ വയനാട് മീനങ്ങാടി പഞ്ചായത്തിൽ ഉണർവ് എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടാക്കി. അതിന്റെ പൈലറ്റ് എപ്പിസോഡാണ് അന്ന് ചെയ്തത്. ആ പൈലറ്റ് എപ്പിസോഡിൽ ഒരു 30ഓളം ചെറിയ പ്രൊജക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ മെന്റൽ ഹെൽത്ത് ഒക്കെ പറയുന്നതിൻ്റെ അകത്തൊരു സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഈ ബാല്യം, ശൈശവം, കൗമാരം, യൗവനം, മധ്യവയസ്സ്, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞത് ശരീരത്തിന്റെ പ്രായം മാത്രം തിരിച്ചുകൊണ്ടല്ല. ആ ശരീരത്തിന്റെ ഓരോ പ്രായത്തിലും മനസ്സിനും കുറച്ച് വളർച്ചകളുണ്ട്. അതായത് ചെറിയ കുട്ടി കമളുന്നത് എപ്പോഴാണ്, മിണ്ടുന്നത് എപ്പോഴാണ്, അച്ഛനെയും അമ്മേനെയും കാണുന്നത് എപ്പോഴാണ്, എപ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്, എപ്പോഴാണ് സംസാരം ക്ലിയർ ആവുന്നത്, എപ്പോഴാണ് നിറം മനസ്സിലാക്കുന്നത്, എപ്പോഴാണ് കാക്കേനെയും പൂച്ചേനെയും കൃത്യമായിട്ട് കിട്ടുക, എപ്പോഴാണ് ഷേപ്പുകൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇതൊക്കെ മുതൽ
എപ്പോഴാണ് സ്വന്തം ശുചിത്വം മനസ്സിലാക്കുന്നത്, എപ്പോഴാണ് ഓപ്പോസിറ്റ് ജെൻഡറിനെ അഡ്രസ് ചെയ്യുന്നത്, എപ്പോഴാണ് സാമൂഹ്യ ബോധം വരുന്നത്, അങ്ങനെ അത് ഒരു പ്രായത്തിൽ, അതിനാണ് നമ്മൾ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാനസികാരോഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമൂഹ്യ പദ്ധതികളെ പുനരാവിഷ്കരിക്കണമെങ്കിൽ ഗർഭിണികളായ ആളുകൾക്ക് മുതൽ വാർദ്ധക്യത്തിലിരിക്കുന്ന ആളുകൾക്കും തൊഴിലെടുക്കുന്ന ആളുകൾക്കും വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെയും വരെ സെപ്പറേറ്റ് ചെയ്ത് അവരുടെ ഇടയിൽ നിരന്തരമായി വർത്തമാനം പറയേണ്ട തരത്തിലേക്ക് നമ്മുടെ ഇവിടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും തിരിച്ച് നമ്മൾ കുറെ പ്രൊജക്റ്റുകളാക്കിയത് ഒറ്റ പ്രൊജക്റ്റിന്റെ ഉള്ളിൽ കുറേ അധികം ചെറിയ പ്രൊജക്റ്റുകളാണ്. അത് ഒരു 3 മാസം മുതൽ 1 വർഷത്തോളം നടത്തുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ അത് ചെയ്തത്. കാരണം ഈ കൗൺസിലിങ്ങിനാണെങ്കിലും ഫോളോ അപ്പ് എന്ന് പറയുന്നത്, കാരണം ഒരാളോട് കഥ പറഞ്ഞിട്ട് പോരല്ല, ആഴ്ചയിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അവരിൽ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് പറയുന്ന പോലെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിനൊരു മെന്റൽ ഹെൽത്ത് പ്രോസസ്സ് വേണം. പ്രത്യേകിച്ചും ആ പദ്ധതി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക മാനസികാരോഗ്യ പദ്ധതിയാണ്. അങ്ങനെ ഹെഡിലാണ് നമ്മൾ അതിന്റെ പൈലറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ഉദാഹരണങ്ങൾ പറയാം. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അന്ന് ഗർഭിണികളുടെ വേണ്ടി ചെയ്ത പ്രൊജക്ടിന്റെ പേര്, ആ പ്രോഗ്രാമിന്റെ പേര് താരാട്ട് എന്നുള്ള. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആകാൻ നിൽക്കുന്ന ആളുകൾ മുതൽ പ്രഗ്നന്റ് ആയവരും അവരുടെ പേരൻസ്, അവരുടെ ഈ ഭർത്താക്കന്മാര്, അങ്ങനെയുള്ള ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന എല്ലാ ആളുകളും കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ല. ഒന്നുകിൽ ഈ പറയുന്ന വീട്ടിലോ മറ്റുള്ളിടത്തോ കല്യാണത്തിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഫാമിലി ഇതായിരിക്കും. ചില ആളുകൾക്ക് പ്രഗ്നന്റ് ആവാനുള്ള പേടി, അങ്ങനെ പലതരത്തിലുള്ള കുറെ സോഷ്യൽ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും എല്ലാവരും ചോദിക്കാതെ പറയണമെന്നില്ല, ചോദിച്ചാലും പറയണമെന്നില്ല. അപ്പൊ ജനങ്ങളുടെ മുമ്പിലേക്ക് താരാട്ട് എന്ന് പറയുന്ന രീതിയിൽ വിവാഹം കഴിഞ്ഞ ആളുകൾക്കും പ്രഗ്നന്റ് ആവാൻ പ്രിപ്പറേഷൻ നടക്കുന്ന ആളുകൾക്കും ആക്സിഡന്റൽ പ്രഗ്നൻസി ഉണ്ടായ മനുഷ്യർ, അങ്ങനെ ആ ഒരു പഞ്ചായത്തിലെ എല്ലാ അധികം ആളുകളിലും ഗർഭിണികളായ ആളുകളോട് നമ്മൾ കഥ പറയുകയും അവരുടെ കഥകളൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരാളുടെ വീട്ടിലെ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായ തോന്നലാണോ അല്ലയോ, ഏതൊക്കെയാണ് വ്യക്തിപരമായ തോന്നൽ, ഏതൊക്കെയാണ് അറിയുന്നത്, ഏതൊക്കെയാണ് അറിയാത്തത്, കല്യാണം കഴിഞ്ഞ് സ്വന്തം കുട്ടിക്ക് പീരീഡ്സ് ഉണ്ടാവുന്ന പ്രായമായിട്ട് പോലും ഇന്നും പീരീഡ്സ് എന്താണെന്ന് കൃത്യമായി അറിയാത്ത ആണുങ്ങളുണ്ട്. അപ്പൊ അത് ഫിസിക്കലി അറിയാത്തത് പോലെ തന്നെ, ഫിസിക്കലി എങ്കിലും കുറച്ചുകൂടി അറിയാൻ എളുപ്പമാണ്. പിന്നെ ഇമോഷണലി അത് പറഞ്ഞാലും ചില സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അനുഭവിക്കുന്ന ആളുകളും കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഈ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രഗ്നൻസി ടൈമിൽ ഈ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി സിൻഡ്രോംസ്, ഇതിന്റെ വാക്കുകളൊന്നും അല്ല നമ്മളോട് പറയാം. ഇതൊന്നും അല്ലാതെ നമ്മൾ അതിനകത്ത് കഥയും ഉപകഥയും ചിരിയും വർത്തമാനങ്ങളും പഴയ ആളുകളുടെ കുറെ സാധനങ്ങളും അതിലെ നല്ലതും ചീത്തയും അങ്ങനെ എല്ലാം കലർത്തിയൊരു വർത്തമാനം ഉണ്ടാക്കിയെടുക്കലാണ്. അങ്ങനെ ഈ വർത്തമാനങ്ങളൊക്കെ വരുമ്പോൾ ഇത് മറ്റേ പ്രഗ്നന്റ് ആയ ലേഡിക്കും അവരുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അത് കൊച്ചിനെ കുളിപ്പിക്കാൻ വരുന്ന ആയ അമ്മയ്ക്കും മാത്രമല്ലാതെ ഇതിനകത്ത് ചിലത് ഭർത്താവിനും കാണാം, കേൾക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാം. കുട്ടീൻ്റെ അങ്ങനെ ആവണം, കുട്ടീൻ്റെ ഇങ്ങനെ ആവണം, കളറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ര ഓക്കെ അല്ലെങ്കിൽ, അമ്മ മീൻസ് പ്രഗ്നന്റ് ലേഡി അത്ര ഓക്കെ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ പൊതുവായി സംസാരിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് വലിയ സൈക്കോളജിക്കൽ മെഡിക്കൽ ടൈമുകൾ ഉപയോഗിച്ച് സംസാരിക്കേണ്ടത് അവരുടെ ശീലമല്ല. പൊതുവായി സംസാരിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അതിന്റെ നല്ല ചീത്തകൾ വരുള്ളൂ. അപ്പോൾ ഒരെണ്ണം അതായിരുന്നു. പിന്നെ കുട്ടികളുടെ ഒരു ലേണിംഗ് ഡിസേബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് നമ്മളൊരു 2 പ്രോഗ്രാമുകൾ തരംതിരിച്ചാണ് കൊടുത്തിരുന്നത്. ഒരെണ്ണത്തിന്റെ പേര് ഓലപ്പമ്പരം എന്നാണ്, ഓരോത്തിന്റെ പേര് കരിക്കുലം 360 എന്നാണ്. അപ്പൊ ഓലപ്പമ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സയന്റിഫിക് പ്രൊഡക്റ്റ് ആണ്. ഓലപ്പമ്പരം ആണെങ്കിലും അതിനകത്ത് സയന്റിഫിക് റിസൾട്ട് ആണ് വരിക. അപ്പൊ അതിനകത്തുള്ള പണികൾ മുഴുവൻ കുട്ടികളെ എങ്ങനെ രസിച്ച് ആക്ടിവിറ്റികളിലൂടെ പഠിപ്പിക്കാം എന്നുള്ളതായിരുന്നു ആ ഒരു ഓലപ്പമ്പരത്തിന്റെ ഉദ്ദേശം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കളിച്ച് തിരിച്ച് പഠിപ്പിക്കുക. പഠനം തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഷേപ്പ്, കളേഴ്സ്. അപ്പോൾ ലേണിംഗ് ഡിസേബിലിറ്റിന്റെ ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനും പറ്റും ആ ഒരു സ്റ്റേജിൽ. കാരണം അപ്പോൾ ഇന്നിപ്പോൾ കുട്ടീനെ സ്കൂളിൽ വന്നിട്ട് പറയുന്ന കുട്ടിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമായിട്ട് പ്രസന്റ് ചെയ്താൽ കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ എല്ലാവർക്കും ഇല്ല. പക്ഷേ ആ പ്രദേശത്തുള്ള എല്ലായിടത്തും ഈ പഞ്ചായത്തുകളിൽ 100 വീടുകൾ ചേർന്നിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ആ ഒരു പദ്ധതിന്റെ പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ മറ്റേ അവിടെ കുടുംബശ്രീന്റെ ബാലസഭയുണ്ട്. അപ്പോൾ ഈ
കുട്ടിക്കൂട്ടങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഇതുകൂടിയായിട്ട് അങ്ങനെ മർജ് ചെയ്തും അല്ലാതെയും ഒക്കെ കുറെ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കുട്ടികൾക്ക് പരസ്പരം മിങ്കിൾ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അത് ഈ 3 മാസം മുതൽ 1 വർഷം വരെയുള്ള സമയം അതും നടക്കുകയാണ്. അതും ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കും പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ. ഇനി കരിക്കുലം 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും ധാരണ എന്റെ കൊച്ചിന്റെ നോട്ടം മുഴുവൻ എന്റെ അവകാശമാണെന്നുള്ളതാണ്. കുറെയൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി പഠിച്ചാൽ മതി, കുട്ടിയുടെ കലാവാസനകളോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചൊതുക്കി കളയും. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വാശിയാണോ വൈരാഗ്യമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈൽഡ്ഹുഡ് ഡിസോർഡറുകളുണ്ട്. ആ ചൈൽഡ്ഹുഡ് ഡിസോർഡറുകളിൽ പലതും അവന്റെ പഠനത്തിനപ്പുറമുള്ള അവന്റെ കുറെ സർഗശേഷികളുണ്ട്. അതുകൂടി ഉള്ളതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റീനെ കൂടി വന്നാൽ അവൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചു അവന് എക്സ്പ്രഷൻസ് കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ടാണ് കരിക്കുലം 360 എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് കളിക്കാൻ പറ്റുന്നവര്, കലാവാസനയുള്ളവർ, വരയ്ക്കാൻ പറ്റുന്നവർ, അങ്ങനെ പല ശേഷികൾ കൂടി വളർത്തിയെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള സാധനം കൂടി ചെയ്തു. അപ്പോൾ വരുമ്പോൾ എന്താ വെച്ചാൽ കുട്ടി അവിടെ വഴക്കുണ്ടാക്കുന്നു, ഇവിടെ വഴക്കുണ്ടാക്കുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു, ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു 2 എണ്ണം കൂടി എനിക്കൊന്ന് പറഞ്ഞു പോകാനുള്ള സാധനം, പേര് മാത്രമേ ഉള്ളൂ. അതിലൊരെണ്ണം ആസ്ക് ഹെർ എന്ന് പറയുന്ന ഒരു സാധനം. ഈ ആസ്ക് ഹെർ എന്ന് പറയുന്നത് ടീനേജ് പെൺകുട്ടിയും അമ്മയും തമ്മിലുള്ള വഴക്ക്. ലോകത്ത് മറ്റുള്ളവർക്കൊന്നും അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ലെങ്കിലും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വഴക്കും എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം അവള് പ്രായപൂർത്തിയായി തുടങ്ങുന്നത് മുതൽ അവളെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയില്ലെങ്കിൽ അതിന്റെ മുഴുവൻ തെറ്റും സമൂഹവും വീട്ടുകാരും മുഴുവൻ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് അമ്മ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള ഈ ഇഷ്ടക്കേടുകൾ തുടങ്ങുന്നത് അച്ഛനോ അല്ലെങ്കിൽ ആങ്ങളൊക്കെയോ ഒന്നും പരസ്യമായിട്ട് ഇത്രയും ത്രട്ടൺ ചെയ്യുന്നില്ല, ഇത്രയും നോ പറയുന്നില്ല, അമ്മയാണ് പറയുന്നത്. അത് തെക്കോട്ട് പോകരുത്, വടക്കോട്ട് പോകരുത്. ഇന്നിപ്പോൾ അതിനകത്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ഈ ഒരു സാധനം ഫൈനലി ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാൽ തള്ളക്കാണ് പ്രശ്നം. അങ്ങനെയാണ് പൊതുസമൂഹം. അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആസ്ക് ഹെർ എന്ന് പറയുന്ന സാധനം പെൺകുട്ടികളോട് അമ്മമാർക്ക് പെൺകുട്ടികളോടും കുറെ കൂടി ഈസി ഗോയിങ് ആയിട്ട് അവരുടെ ഈ പീരീഡ്സിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും ആ പ്രായത്തിൽ തന്നെ പറയാനും, അതിൽ വിവരമുള്ള അമ്മമാരും വിവരമില്ലാത്ത അമ്മമാരും, വിവരമുള്ള കുട്ടികളും വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന കുട്ടികളും, നാട്ടുകാരും വീട്ടുകാരും വേറൊരു കഥ പറഞ്ഞ് സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മയോ ഹീറോ അല്ല എന്ന് തോന്നാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ നമ്മൾ ആദ്യമേ ചെയ്യും. കാരണം ഇത്തരം കാര്യങ്ങളിൽ അമ്മ എത്ര പഴഞ്ചനാണെങ്കിലും കാര്യങ്ങൾ ചോദിച്ചും മിണ്ടിയും പറഞ്ഞും വഴക്കിട്ടാലും അതിലൊരു പ്രശ്നമില്ല. ആസ്ക് ഹെർ, അമ്മേനോട് പറയുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി ഒരു ഹെൽത്തി ആയിട്ടുള്ള അമ്മ കുട്ടി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അത് ഇവരിൽ മാത്രം നിൽക്കുകയല്ല, ഈ പറയുന്ന വീട്ടുകാരോടും ഈ അമ്മയും കുട്ടിയും കൂടി വീട്ടിലും നാട്ടിലുമുള്ള അവരുടെ ഈ പറയുന്ന അവസ്ഥയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടിയുള്ള ശേഷി അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഉണ്ടാവുന്നത് മറ്റേ ഈ അഡോളസൻസിന്റെ ഒരു കെയർ അറ്റ് 40 ഉണ്ട്, വാത്സല്യ തണൽ എന്ന് പറഞ്ഞിട്ട് വയോജനങ്ങൾക്ക് ഉണ്ട്. ഇതെല്ലാം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെയൊക്കെയാണ് പിന്നീട് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊക്കെ ഓരോ ഇപ്പോൾ ഒരുപാട് റിഫ്രഷ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ റിഫ്രഷ്മെന്റ് പ്രോഗ്രാമുകൾ ഓരോ ഏജ് കാറ്റഗറീനെ എടുക്കുമ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡിന് ശേഷമുള്ള ഇത്തരം തിയറട്ടിക്കൽ സാധനം. എല്ലാവരും തിയറട്ടിക്കൽ ആയിട്ടാണോ അല്ലോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് നോക്കി വേണം പോകാൻ. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്ന എല്ലാ സ്ഥലത്തും മെന്റൽ ഹെൽത്ത് തന്നെയാണ് തരുന്നത് എന്ന് ഉറപ്പൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നിട്ട് വരുന്നൊരു സ്ഥലം എന്നുള്ള രീതിയിലല്ല നമ്മളെ പ്രോസസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു പ്രായത്തിനനുസരിച്ച് നമുക്കൊരു കുറച്ചുകൂടി ബെറ്റർ ആവണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. സ്ട്രഗിൾ വരുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെൽത്തി മൈൻഡിന്റെ ഭാഗമാണ് എനിക്ക് ഈ ഒരു ഏജ് പീരീഡ്, ഈ ഒരു 4 വർഷം എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു ഹെൽത്തി അഡ്വൈസ് വേണം. ആ ഹെൽത്തി അഡ്വൈസ് വേണമെങ്കിൽ നമുക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഇതിന്റെ പ്രയോറിറ്റി. അതിന് 2-3 കാരണങ്ങളാണ്. ഈ ലോക്ക്ഡൌണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോണിന്റെ ഉപയോഗങ്ങൾ കൂടി, പല കാര്യങ്ങളും ഈ ഫോണിന്റെ ഉപയോഗങ്ങൾ കൂടിയപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള കാഴ്ചകൾ കണ്ടു, ചാറ്റ് GPT വന്നു, അപ്പോൾ സെർച്ച് ചെയ്യുന്നത് വന്നു, പിന്നെ അൽഗോരിതംസ് മാറി, AI വന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ടിന് ഐ ആം സെഡ് എന്ന് പറഞ്ഞ് ഐ ആം ഡാർക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന പരസ്യം മുതൽ നമ്മൾക്ക് വരുന്ന റീൽസ് വരെ ഇതിനോട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പലതരം സാധനങ്ങളായിരിക്കും. അതിൽ നമ്മുടെ സ്വഭാവത്തിന്റെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് അനുസരിച്ച് ഏതിന് ഇൻട്രസ്റ്റ് വെച്ചാണോ നമ്മൾ കാണുന്നത് അത് തന്നെ പിന്നീട് റിപ്പീറ്റഡ് ആയിട്ടും വരും. ആ റിപ്പീറ്റഡ്നെസ് ഒക്കെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ
എനിക്ക് വിഷമം വരുന്നു എന്നല്ല ഇന്ന് ആളുകൾ പറയുന്നത്, എനിക്ക് കരച്ചിൽ വരുന്നു എന്നല്ല പറഞ്ഞത്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് മറ്റത് ഷൂട്ടപ്പ് ചെയ്തു, എനിക്ക് ട്രിഗർ ചെയ്തു, എനിക്ക് മറ്റേ BPD ആണ്. കുറച്ചു കാലം മുമ്പ് വരെയൊക്കെ ബൈപ്പോളർ ഡിസോർഡർ തന്നെയാണ് BPD എന്നൊക്കെ. ഇപ്പൊ ഇന്ന് അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ. ഇത് അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് നിങ്ങൾ പോയി ഒരാളോട് സംസാരിച്ചാൽ അയാളോട് 1 മണിക്കൂറോ 4 മണിക്കൂറോ സംസാരിച്ചാലും അയാൾ ഇത്രയും അധികം ആ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽ വേർഡ്സ് യൂസ് ചെയ്യാൻ സാധ്യതയില്ല. ജനറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷേ ഈ പരാതിയും പരിഭവവും അല്ലെങ്കിൽ ഈ പറയാൻ ചെല്ലുന്ന ആളുകൾ 10 മിനിറ്റും കൊണ്ട് 10,000 ഈ പറയുന്ന വൊക്കാബുലറീസ് ആണ് പറയുക. അപ്പോൾ എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ള അതിന്റെ ബേസ് ഇമോഷൻസ് പറയാതെ ആ കണ്ടതും കേട്ടതുമായ സാധനങ്ങളും വാക്കുകളും വെച്ച് സ്വയം അവർക്കതാണെന്നോ അല്ലെന്നോ പറയാനോ പറയാതെ ഇരിക്കാനുള്ള ശ്രമമായിട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം ഈ കൃത്യമായി ചെല്ലുന്ന സ്ഥലത്ത് നമ്മുടെ ആങ്സൈറ്റീൻ്റെ ഭാഗമാണെന്നോ അല്ലെന്നോ കൃത്യമായി ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ എല്ലാവരുടെയും കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാൾ ചെന്ന് നമ്മളോട് പോകുമ്പോൾ 4-5 ദിവസം ഉറക്കം പോയി അപ്പോൾ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. എത്ര ദിവസമായി ഉറങ്ങിയിട്ട്, എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. സ്വാഭാവികമായിട്ടും ഈ ചെറിയ ഡിപ്രഷൻ തോന്നുന്നു എന്ന് നമ്മൾ വന്ന് പറയുകയും ഈ ഡിപ്രഷന്റെ വിസിബിൾ സിംറ്റം ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരൻ്റെയോ ബാക്കിയുള്ളവരുടെ കല്യാണത്തിനോ ഫംഗ്ഷനോ പോകാറുണ്ടോ, അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സൂയിസൈഡൽ തോട്ട് വരുന്നുണ്ടോ, എല്ലാ ലക്ഷണവും ചോദിക്കുമ്പോൾ കാരണം നമ്മളിതിങ്ങനെ വായിച്ച് ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ഓൾറെഡി അവിടെ പോയി ഇങ്ങനെയാണ് അങ്ങ് പറഞ്ഞു വെക്കുക. പിന്നെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഈ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കുന്ന കണ്ടന്റുകളുണ്ട്. ഈ കണ്ടന്റുകളിൽ ഓരോ രോഗത്തിന്റെയും ലക്ഷണങ്ങളെ ഒരു ജനറൽ സാധനമായിട്ട് ഒരു പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുവരും. എല്ലാവരുടെ ലൈഫിലുള്ള കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു രോഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേമിന്റെയോ പേര് പറയും. ആ ടേം പറഞ്ഞതിന് ശേഷം അവർ തന്നെ ഒരു ഇതും പറയും. ഇതൊക്കെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാതെ പേഴ്സണലൈസ് ചെയ്ത് അവരാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പോകുന്നവരും പോകാതിരിക്കുന്നവരും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഒരു മനുഷ്യന്റെ സ്ഥലകാല ബോധത്തിനനുസരിച്ച് പെരുമാറാനുള്ള ശേഷിയാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെ വെച്ചോണ്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള ആൻറ്റി സോഷ്യൽ അല്ല ഇവിടെ സംസാരിക്കുന്നത്. നമ്മളൊരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരാളെ കൂടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്. അതിനെനിക്ക് പറ്റാതെ എൻ്റെ രൂപമോ എൻ്റെ ഭാവമോ ഞാൻ വേറൊരു രീതിയിൽ എടുക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നാർസിസ്റ്റിക് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾ എന്ത് സംസാരിക്കാൻ ശ്രമിച്ചാലും അതല്ലെന്ന് സമർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. സന്ദർഭവശാൽ നമ്മുടെ ചുറ്റിലുള്ള കുറെ നേതൃത്വങ്ങളിലും ഈ നാർസിസ്റ്റിക് നേച്ചറുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഹിസ്റ്റിയോണിക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ഇരയാകുന്നു എന്നുള്ള രീതിയിൽ നമ്മളവിടെ കിടന്ന് വിളയാടി നടക്കുകയും നമ്മളുടെ അടുത്തേക്ക് ഒരു പ്രശ്നം എത്തിക്കാതിരിക്കുകയും ചെയ്യും. നമ്മളെ അടുത്തൊക്കെ ഇത് പറഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ ആളുകൾ വായിച്ച് ശീലിച്ചിട്ടുണ്ട്. പിന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റീസ് ഉണ്ട്, സ്കിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണ് ഏതാണെന്ന് അതാത് സമയങ്ങളിൽ അതാത് വിദഗ്ധരുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം മതി. പിന്നെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൗൺസിലറുടെ അടുത്തേക്കല്ല പോകുന്നത്. കൗൺസിലറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ബിഹേവിയറൽ പീഡിയാട്രിഷനും സൈക്കാട്രിസ്റ്റ് അടക്കം ഇപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കുറെ കൂടി വൈഡാണ്. അതുകൊണ്ട് അത്രയും വൈഡ് പ്രൊഫഷണൽസ് ഉണ്ട്. ഇതൊന്നും അറിയാതെയാണ് നിന്ന നിപ്പിൽ ഒരു 10 ദിവസം വേറെന്തോ കാര്യം ആലോചിച്ച് ഉറക്കം നിന്ന്, ചിലപ്പോൾ അത് പ്രേമമാവാം, തേപ്പ് കിട്ടിയതാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. 10 ദിവസം ഏതെങ്കിലും കണ്ടതിന്റെ ഒരു ആങ്സൈറ്റിയും കൂടി ആവാം. നേരെ നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെല്ലുകയാണ്. അദ്ദേഹത്തിന് അറിയാൻ പാടില്ല ഇത് കൗൺസിലിങ്ങോ വേറെ അടുത്തൊക്കെ പോയിട്ടാണോ അല്ലയോ എന്നുള്ളത് കിട്ടില്ല. പക്ഷെ ആ സമയത്ത് വന്നിരിക്കുന്ന മനുഷ്യന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടീഷൻ അനുസരിച്ച് അദ്ദേഹം കഥ കേൾക്കാനിരിക്കുന്ന ആളല്ല. സൈക്കാട്രിസ്റ്റിന്റെ ജോലി കഥ കേൾക്കലല്ല. ആ വന്നിട്ടുള്ള ആളുടെ ഉറക്കത്തെയോ ആങ്സൈറ്റിനെയോ ബാക്കിയുള്ള ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ എന്താണോ അവർക്ക് മെഡിക്കലി ഹെൽപ്പ് ചെയ്യേണ്ടത് അവർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. ഈ വന്ദന സിനിമയിൽ മറ്റേ ജഗദീഷ് എവിടെയൊക്കെ പോയി വട്ടം തിരിഞ്ഞു വന്ന് ട്രോഫി എടുത്ത് വെക്കുന്ന പോലെ കയ്യിലേക്ക് ഒരു ലോഡ് മരുന്ന് കിട്ടി പോന്നു എന്ന് വിചാരിക്കട്ടെ. ഈ മരുന്ന് കുറച്ച് പേര് കഴിക്കും, കഴിക്കാതിരിക്കും. ഇനി ഇത് എനിക്ക് രോഗം ഉണ്ടെന്ന് പറയും, ഇല്ലാന്ന് പറയും. പിന്നെയാണ് ശരിക്കുമുള്ള കടലാസ് പുലിയാവാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി കൗൺസിലിങ്ങിന് പോകേണ്ടത് കൗൺസിലിങ്ങിന് പോവുക. അത് കഴിഞ്ഞ് അവരുടെ ഡയഗ്നോസ് അല്ല അവരുടെ ഒരു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അത് മറ്റ് തരത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആണെങ്കിൽ അത്. ഇപ്പോൾ കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സജഷൻ കിട്ടുക ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നല്ലേക്കല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് അവൈലബിൾ ആവുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഇഷ്ടം പോലെ ബിഹേവിയറൽ പീഡിയാട്രിഷ്യന്മാരുണ്ട്.
അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാറ്റ് GPT കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ എന്ത് പ്രോംപ്റ്റ് കൊടുക്കുന്നോ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാവുന്ന സൗകര്യങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആളുകളുടെ അത്തരത്തിലുള്ള എല്ലാ ആങ്സൈറ്റികളെയും നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് മാറ്റിയും പിടിച്ചും വെച്ച് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ എന്താണ് വേണ്ടത്, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്താണ് വേണ്ടത്, കൗൺസിലർ ആണോ, നമുക്ക് അവൈലബിലിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്യും, സൈക്കോളജിസ്റ്റിനാണോ വേണ്ടത് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അത് സജസ്റ്റ് ചെയ്യും, പിന്നെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഒരാളെ വ്യക്തിപരമായി ഇങ്ങോട്ട് പോകുന്നു പറയത്തില്ല, അത് അവരുടെ ഈ പറയുന്ന സ്ഥലത്ത് അവരുടെ സാമ്പത്തികം, അവരുടെ ദൂരം, അവരുടെ കംഫർട്ടബിലിറ്റി, അവർക്കുള്ള റാപ്പോ ബിൽഡിംഗ് അനുസരിച്ച് അവിടേക്ക് പോവാം. സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട ആളുകൾക്ക് അങ്ങനെ പോവാം. പിന്നെ റീഹാബിലിറ്റേഷൻ വരുമ്പോൾ ആൽക്കഹോളിക് ഉണ്ട്, ഡ്രഗ് അബ്യൂസ് ഉണ്ട്, സബ്സ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കൃത്യമായി നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ടൊക്കെ പോകണം. അതല്ല, നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ്ങുകൾ ചെയ്താൽ മതി. മെന്റൽ ഹെൽത്ത് ട്രെയിനിങ് ചെയ്ത് നമ്മുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി പ്രകാരം കുറച്ച് പ്രാക്ടീസസ് ചെയ്താൽ മതിയെങ്കിൽ അതെല്ലാം ഇനീഷ്യലി നമുക്ക് ഐനികയിൽ അവൈലബിൾ ആണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്നും ചെയ്യാം, പുറത്തുനിന്നും ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഈ പറയുന്ന ട്രെയിനിങ്ങുകളും കിട്ടുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു ഹെൽത്തി ഹാൻഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചോദിക്കാവുന്ന ഒരു ഫസ്റ്റ് ചോയ്സ് പ്രോസസ്സാണ്. അളിയാന്ന് വിളിച്ച് ചോദിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വരുന്നത് ഒരുപാടാണ്. എന്താണ് പാരന്റ്സിനോട് പറയാനുള്ളത്? ഒരു ഫാമിലിന്റെ മെന്റൽ ഹെൽത്ത് പോകാൻ 3 കാരണങ്ങൾ ഉണ്ടായാൽ മതി. ഫാമിലിയിൽ തന്നെയാണല്ലോ ഇൻഡിവിജ്വൽ ഉള്ളത്. ആൽക്കഹോളിക് അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലഹരിയുടെ ഉപയോഗം കൂടുതൽ ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ മെന്റൽ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യും. അകത്തൊന്ന് പുറത്തൊന്നുള്ള രീതിയിൽ പേഴ്സണാലിറ്റീൻ്റെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. സംശയരോഗം ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അത് മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ബിഹേവിയറിന്റെ ഭാഗമാണ്, ഒരു ബോധ്യമാണ് എങ്ങനെ പെരുമാറുന്നുള്ളത്. കള്ളോ ഡ്രഗോ ഒക്കെ അടിച്ച് നടക്കുന്ന ഒരു ആള് ഇപ്പോൾ വീട്ടിലെ പേരന്റ് ആവാം, ഗ്രാൻഡ് പേരന്റ് ആവാം, കുട്ടിയാവാം, ഭർത്താവാം, അല്ല ഇപ്പൊ ജെൻഡർ പോലും ഇല്ല, ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാന്നാണ്. അങ്ങനെ ഇതെല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ നിൽക്കുന്ന ആള് അയാളുടേതായ രീതികൾക്ക് അനുസരിച്ച് അവർ അറിഞ്ഞും അറിയാതെയും അവരുടെ വാശികളാണ് കാണിക്കുക, അവരുടെ നിർബന്ധങ്ങളാണ്. അവിടെ ചെറിയ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇച്ചിരി ആൽക്കഹോളിക് ഒക്കെ ആയിട്ടുള്ള ഒരു പേരന്റ് ഒക്കെ, ഗ്രാൻഡ് പേരന്റ് ഒക്കെ ആണെങ്കിൽ അവർ വന്നിട്ട് പറയാൻ പോകുന്ന പല വാക്കുകളുണ്ട്, ചീത്തയുണ്ട്, തെറിയുണ്ട്, ഈ റിലേഷൻഷിപ്പ് അത്ര പ്രോപ്പർ അല്ലാതെ പറയും, ഇതെന്റെ മോനല്ല, നീ വേറെ, അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ചെറിയ കുട്ടികൾ കേട്ടാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല, ഇതൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഒരുപക്ഷെ കൊച്ചിനെ തല്ലി വഴക്കുണ്ടാക്കി ഉറക്കം ഇല്ലാത്ത സമയത്തിന്, വിശപ്പില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിപ്പിച്ച് ഇയാൾ 4 കാലയിലോ അല്ലെങ്കിൽ ബോധമില്ലാതെ വരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തല്ലി ഓടിച്ച് ഉറക്കി വിടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി പോകെ പോകെ വളർന്നു വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം നാളെ വിവാഹം കഴിക്കേണ്ടെന്ന് തോന്നാം, അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക്, അത് പിന്നീട് വരുന്ന ചൈൽഡ്ഹുഡ് ഡിസോർഡറുകളിലേക്ക്. കാരണം അവനൊരു വീട്ടിൽ നിന്ന് തന്നെ അവൻ്റെ ഒരു ബ്രെയിൻ ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് പുറത്ത് ഭയങ്കര പുരോഗമനവും അകത്ത് ഷമ്മി കളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് നമുക്കെന്നറിയാം. പുറത്ത് വെള്ളയും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോയി മറ്റേ രാഷ്ട്രീയവും സാമൂഹികപരവും ഒക്കെ ആയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറുമ്പോൾ മറ്റേ ഡാഷ് 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 കൂട്ടിയിട്ടാണ് കൂടെയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആളുകളോട് എന്തോ ആകാം, പക്ഷെ എൻ്റെ ആളുകളോട് ഇങ്ങനെ ഒന്നും പാടില്ല എന്നൊക്കെ ഉള്ള സാധനം, അതും എന്താണ്, അകത്തേക്ക് വരുമ്പോൾ ഇവരൊരു പ്രത്യേക രീതിയിൽ ഇവരെ പേടിച്ചോ അല്ലെങ്കിൽ ഇവരുടെ രീതികൾക്കനുസരിച്ചോ മാത്രമായിരിക്കും ആ വീട്ടിലുള്ള മറ്റുള്ളവർ മോൾഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഈ പറയുന്ന നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ പ്രത്യേക സ്വഭാവമുള്ള ആളുകൾക്ക് പരസ്യമായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു എല്ലാവരും ആരും അംഗീകരിക്കത്തില്ല ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയത്തില്ല. ഇനി നമ്മളൊരു കാര്യം ഉറക്കെ ഒന്ന് സംസാരിച്ചാൽ നീ എൻ്റെ ജീവിതം കളയാനാണോ, എൻ്റെ ഒരു ഇമേജ് കളയാനല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിൽ ത്രട്ടണിങ് കൊടുക്കാനും ധാരാളം മതി. അപ്പോഴും ഈ സ്ഥലകാല ബോധത്തിനനുസരിച്ച് പെരുമാറാൻ അവിടെ പറ്റണില്ല. ഇനി ഇതേ സെയിം സാധനം തന്നെയാണ് സംശയം ഉള്ളപ്പോഴും ഉണ്ടാവുക. അത് ഈ ആൽക്കഹോളിക്കായ മനുഷ്യന്മാർക്കും അകത്തൊന്ന് പുറത്തൊന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർക്കും അത് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമാവാം, പേഴ്സണാലിറ്റി ട്രൈറ്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളുടെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടാവാം ഈ സംശയരോഗം. ഈ പറഞ്ഞ പോലെ സിനിമ ആവശ്യമില്ല, അതായത് ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനോ അവരുടെ ഒരു വലിയ സോഷ്യൽ വാല്യൂസിന് വേണ്ടി അവർ ചെയ്യുന്ന പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരിക എന്നുള്ളതാണ്. ഈ
പറയാൻ മാനസികാരോഗ്യമുള്ളതുപോലെ കേൾക്കാനും മാനസികാരോഗ്യമുണ്ട്. ഒരു MSW മുതൽ ഇങ്ങോട്ടേക്ക് സൈക്കോളജി ഒക്കെ പഠിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അറിയാം എത്ര മണിക്കൂർ വരെ ഒരു കാര്യം പറയാം, കേൾക്കാം, എന്ത് കേൾക്കണം, ആ പറഞ്ഞു വരുന്ന പാറ്റേൺ അനുസരിച്ച് അതിനകത്ത് എന്തുണ്ട് എന്തില്ല എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. അതനുസരിച്ചാണ് അവർ പറയുന്നതും കേൾക്കുന്നതും അതിനകത്ത് അഭിപ്രായം പറയുന്നതും. പക്ഷെ ഈ നാർസിസ്റ്റിക്കോ ആന്റി സോഷ്യലോ അല്ലെങ്കിൽ ഡോമിനന്റോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഡിപ്പെൻഡന്റ് ആയ ആൾക്കാർ വന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഇരുന്ന് കേട്ട് 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 ഇത് നാട്ടുകാരോട് പറയും, സ്വന്തം അനുഭവത്തിൽ നിന്ന് കഥ പറയാൻ പോകും. അവിടെ അങ്ങനെ ചെയ്യരുത്, നമ്മുടെ മറ്റേ മതം അങ്ങനെ പറയുന്നില്ല, നമ്മുടെ സമുദായം അങ്ങനെ പറയുന്നില്ല, നമ്മളെപ്പോലെ ഇന്ന ടൈപ്പുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ആളുകൾ ഇത്തരം കേസുകളിൽ പോയിട്ട് ഇടപെടുക. അതായത് മുറിവൈദ്യന് ആളെ കൊല്ലുന്നത് പോലെ. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇതോട് വരുമ്പോൾ എല്ലാവർക്കും കൗൺസിലിംഗ് അറിയാം, ഞാനും കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. പലരും പറയുന്ന സാധനം ഞാനും കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടി ഇപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി വരുമ്പോ എന്തായി, നമ്മുടെ ഇങ്ങനെയുള്ള അവസ്ഥകൾ കേരളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ട് കാലം കുറേ. ഇപ്പൊ നമ്മള് ഈ അടുത്ത ദിവസം ഒരു കുട്ടീൻ്റെ വഴക്കുണ്ടായി, മറ്റേ അവിടെ ഇത് ചെയ്യുന്നു, മറ്റേ പ്രേമത്തിന്റെ കൊല, ആണ് കൊന്നപ്പോൾ ഇത്രയും വഴക്കുണ്ടായില്ലല്ലോ, പെണ്ണ് കൊന്നപ്പോഴാണ് ഉണ്ടായത്. അതിനകത്ത് ഏതാണ് പറയേണ്ടതെന്ന് പോലും സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അറിയത്തില്ല. അതിന്റെ പേരാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഒരു കാര്യത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ വർത്തമാനം പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബയോളജിക്കൽ ഫാക്ടർ തന്നെ ഉണ്ടാവും, അതിന്റെ സോഷ്യൽ ഫാക്ടർ തന്നെ ഉണ്ടാവണം, അതുപോലെ തന്നെ അതിന്റെ മെന്റൽ ഹെൽത്ത് ഫാക്ടറും അറിഞ്ഞിരുന്നിട്ട് വേണം അവർ പോയിട്ട് ഏത് പക്ഷത്ത് നിൽക്കണം, എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കാം. ഇപ്പോൾ കുട്ടികളുടെ ലേണിംഗ് ഡിസേബിലിറ്റി, ആ ലേണിംഗ് ഡിസേബിലിറ്റി ഒരു സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി പ്രകാരവും അല്ലാതെയും ഒക്കെ എന്താ ചെയ്യാറ്, ഒരു പ്രത്യേക പ്രായത്തിനുള്ളിൽ നമ്മളത് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനുള്ള പരിശീലനങ്ങളോ അല്ലെങ്കിൽ MR ആണോ അല്ലാത്തതാണോ എന്ന് കൂടുതൽ ട്രീറ്റ്മെന്റുകൾക്കോ അല്ലെങ്കിൽ കൂടുതൽ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാനും റീഹാബിലിറ്റേഷൻ മെത്തേഡും സ്കൂളിൽ ഏത് സ്കൂളിൽ ചേർക്കണം, കുട്ടി സ്പെഷ്യൽ ചൈൽഡ് ആണോ അല്ലെങ്കിൽ പുറത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ അഡീഷണൽ ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടത്, ലേണിംഗ് ഡിസേബിലിറ്റി ആണോ അല്ലെങ്കിൽ പഠന വൈകല്യം ഉണ്ട്, പഠന പിന്നോക്കാവസ്ഥയുണ്ട്, ഇതിൽ ഏതാണ് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ BEdന്റെ ഭാഗമായിട്ട് അവരുടെ ലേണിംഗ് സൈക്കോളജിയിൽ ഉള്ള കാര്യം. അപ്പം അതോട് വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇത് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ചെന്ന് കഴിയുമ്പോൾ കുട്ടീനെ ഇവിടെ പഠിപ്പിക്കില്ല, അവൻ പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങൾ സ്കൈബിനെ വെക്കുക, പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ആയിട്ടൊരു എന്താ പറയുക ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങ്, എന്നിട്ട് സ്കൈബിനെ വെച്ച് എഴുതിപ്പിക്കുക. അപ്പൊ ഇവിടം വരെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുട്ടികളെത്താം? ഈ LP സ്കൂളിൽ ആകുമ്പോഴേക്കും അക്ഷരങ്ങളും ഈ പറയുന്ന ഇപ്പം മൊബൈൽ അടക്കം കണ്ടുകൊണ്ട് ഷേപ്പും പല ലാംഗ്വേജുകൾ കാണാനും കേൾക്കാനും അവസരമൊക്കെ ഉണ്ടായിട്ടും ഇപ്പം ഈ അടുത്ത കാലത്തും കൂടി ഡിസ്കഷൻ നടന്നത് എന്താണ്, +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും എഴുതാനോ അറിയാൻ പാടില്ല, വായിക്കാൻ. അങ്ങനെ ഒരു സൊസൈറ്റീനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നു ജോലി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്തായിരുന്നു പണി? അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവിടെ ഒരു PTA മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ കൊച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് ഇടയ്ക്ക് വഴക്കുണ്ടാക്കും, ഇടയ്ക്ക് കുഴപ്പം ഇച്ചിരി മടിയൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കള്ളനാ. ഇതല്ല ടീച്ചർ പറയേണ്ടത്, അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല പേരൻ്റ് അവിടെ ചെല്ലേണ്ടത്. അവിടെ കുട്ടിക്ക് ഷേപ്പ് അറിയാമോ, കളർ അറിയാമോ, മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്നുണ്ടോ, വേറെ ഏതെങ്കിലും വീട്ടിൽ കാണിക്കുന്ന എന്തെങ്കിലും വാക്കോ വേണ്ടാത്ത കാര്യങ്ങളോ ഒക്കെ പ്രായത്തിനനുസരിക്കാത്ത കാര്യങ്ങൾ അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടോ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, ഇതൊക്കെ ചോദിക്കുകയും പറയുകയും അത് ആ സമയത്ത് വേണ്ട രീതിയിൽ കൃത്യമായ ആളുകളുടെ അടുത്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. അതേ സാധനം 4ാം ക്ലാസ്സിനുള്ളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സമയത്താണ് ഈ അക്ഷരം പഠിപ്പിക്കുകയും പട്ടിക പഠിപ്പിക്കുകയും ബാക്കിയുള്ള സാധനങ്ങളുടെയും സോഷ്യൽ ബീയിങ് ഉണ്ടാക്കുകയും ചെയ്ത് 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിലേക്ക് കയറുമ്പോഴേക്കും ഉറപ്പിച്ചിട്ടുണ്ടാവണം എൻ്റെ 8ാം ക്ലാസ്. ഇതിപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് നടക്കാത്തതുകൊണ്ട് 8ാം ക്ലാസ്സിൽ വരുന്ന ടീച്ചർക്ക് അവിടെ അക്ഷരം പഠിപ്പിക്കുകയോ പട്ടിക പഠിപ്പിക്കുകയോ അതോ പോഷൻ തീർക്കും. ഇത് ഇവിടെ ഇത്രയും ആളുകൾക്ക് അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്നാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ആഹാ. എന്നാൽ അതായത് സ്കൂളുകൾക്കകത്ത് ടീച്ചർമാരോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സോ നമ്മൾ പേരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഇരട്ടത്താപ്പുകൾ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഇല്ലായ്മേൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അകത്തൊന്ന് പുറത്തുനിന്ന്. അതായത് എനിക്കെല്ലാം അറിയാം എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളുകളോട് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനില്ല. കാരണം ഇവരെല്ലാം പിടിച്ചു നിർത്തി നമുക്കൊന്നും കൊടുക്കാൻ, കാരണം അവരുടെ പേഴ്സണൽ റൈറ്റിന്റെ ഭാഗമാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ നല്ലതും ചീത്തതയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണല്ലോ. അപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ കൊച്ചു കുട്ടികളോടും യുവാക്കളോടും എന്താണ് സാറിന് ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒരു കാരണവശാലും അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് അത്യാവശ്യം
അത്തരം ആളുകളോടും കൂടി ഇടപെടുന്നത് കൊണ്ട് നമുക്കിവിടെ പലതരത്തിലുള്ള ഫാമിലി ഉണ്ട്, പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അവരൊക്കെ പൊതുവായി പറയുന്ന വാക്കുകൾ ഒന്നാണെങ്കിലും ആ വാക്കുകൾ പറയുന്നതിന്റെ പെർസ്പെക്റ്റീവ് പേഴ്സണലൈസ്ഡ് ആണ്. ഇപ്പോൾ മനുഷ്യർ നിങ്ങൾ സ്വാതന്ത്ര്യം വേണമെന്നും ഞാനും സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റും വെച്ചിട്ട് നിങ്ങളുടേതായ ചില ആവശ്യങ്ങൾക്കാണ് നിങ്ങൾ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെതായ വ്യക്തിപരമായ രീതികൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് സൈക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉള്ളതുപോലെ തന്നെ അതിനകത്ത് സോഷ്യൽ പ്രോസസ്സ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം, പ്രൈവസി എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ എല്ലാവരുടെയും സ്വാതന്ത്ര്യം ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, എല്ലാവരുടെയും പ്രൈവസി ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഒരാൾ അവിടെ പ്രൈവസിക്ക് വേണ്ടി ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ ജയ് വിളിക്കുന്നതിനേക്കാൾ മുമ്പ് ഏത് പേഴ്സണാലിറ്റീസ്, എന്താവശ്യങ്ങൾക്ക്, ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ആ പ്രൈവസി വേണമെന്ന് പറയുന്നത്, ഏത് കാര്യത്തിനാണ് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. ഓരോ പ്രായത്തിനും അനുസരിച്ച് നമ്മൾക്ക് കാണാവുന്നതും കേൾക്കാവുന്നതും ഡൈജസ്റ്റ് ചെയ്യാവുന്നതുമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കുട്ടിക്ക് കിട്ടേണ്ടത് ഹൈസ്കൂൾ മുതലാണ്. എന്നാൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു വാക്കും ഇന്ത്യ വലിയ പാടാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നമ്മുടെ ഫോണിലൊക്കെ ഈ കുട്ടികൾ പഴയ ഒരു തലമുറയേക്കാൾ കൂടുതൽ ഇത്തരം വീഡിയോസ് അവർക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ പല കണക്കുകളും അല്ലെങ്കിൽ പല അനുഭവങ്ങളും പറയുന്നത് അവർക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അവർ അത്തരം റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അമ്മയോ അച്ഛനോ അവിടെ പൊതിഞ്ഞ് നടക്ക്, ഇവിടെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി ചിലപ്പോൾ കാണുന്നത് ചൈന, ജപ്പാൻ, കൊറിയ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ അഡൾട്ട് കണ്ടന്റും കൂടിയിട്ടുള്ള വെബ് സീരീസ് ആയിരിക്കും. അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകത്ത് ഈ അച്ഛനമ്മമാര് ഒളിച്ചും പാത്തും പതുങ്ങിയും ഇങ്ങനെ പൊതിഞ്ഞും ഒക്കെ പറയുമ്പോൾ അത് കുട്ടികൾക്ക് ഇവരിൽ നിന്ന് അകലാൻ അവർക്കൊരു വലിയ മെറിറ്റൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ വരുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ശരീരം എന്താണ്, ഇപ്പൊ വോട്ടവകാശം വരെ 18 വിവാഹം 21 ആക്കണം നമ്മൾ പറയുന്നത്. അവനവന്റെ ശരീരം എപ്പോഴാണ് പൂർണ്ണമായും ഒരാൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്? അവൻ്റെ മനസ്സിൻ്റെ വളർച്ച കൂടി ഒരു മിനിമം ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ്. കൗമാരത്തിൽ അവരുടെ പ്രായത്തിൻ്റെയും ഹോർമോണൽ പ്രോസസ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റൊരു ജെൻഡറിനോട് അറ്റാച്ച്മെൻറ്റ് തോന്നാം. അത് പ്രേമം മാത്രമല്ല, പ്രേമം മുതൽ മറ്റു പലതും തോന്നാം. അതിൽ ഏറ്റവും പ്രൈം പ്രോസസ്സാണ് നമ്മളുടെ സെയിം സമൂഹത്തിലെ മറ്റൊരു മനുഷ്യനാണ് എന്നുള്ള സാധനം. മീ എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, വി എന്നും കൂടി ചിന്തിക്കണം. അപ്പൊ വി എന്ന് ചിന്തിക്കാൻ കൂടി ഉള്ള സെൻസാണ് ആക്ച്വലി സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായി കണ്ടു, എനിക്ക് പ്രത്യേകിച്ച് ബ്ലഡ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഞാൻ എൻ്റെതായ പ്രായത്തിൽ എല്ലാവരും ചിൽ ഔട്ട് ചെയ്യുന്നുള്ള ഞാൻ വായി നോക്കി. നാളെ അദ്ദേഹം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം നോക്കിയ ആ വായി നോക്കിയ ശരീരം മാത്രമാണെങ്കിൽ പരസ്യമായി ഞാൻ ഭയങ്കര പുരോഗമനകാരനായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിലോ ഞാൻ ആർട്ടിഫിഷ്യലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വളരെ ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഫ്ലർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ കൺവിൻസ് ചെയ്ത് നിങ്ങളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങളോട് ഞാൻ വഴക്കുണ്ടാക്കണമെന്ന് പോലും ഇല്ല. കാരണം എൻ്റെ ലൈഫിന്റെ ഭാഗമാവുന്ന ഒരാളല്ല. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് അത് കൂടും, അത് പോസസീവ്നെസ് ആയിട്ട് മാറും. അപ്പോൾ തെക്കോട്ട് പോകരുത്, വടക്കോട്ട് പോകരുത്, അങ്ങനെ പല പല സാധനങ്ങളിലേക്ക് പോകും. ഈ രണ്ട് എക്സ്ട്രീമിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്കും വേറൊരാൾക്കും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ്, അതെൻ്റെ പ്രായവും എൻ്റെ രീതിയും നമ്മുടെ പറയുന്ന ആളുകളുടെ പിന്നീടുള്ള ലൈഫിനെയൊക്കെ നോക്കി കാണുന്ന അതിൻ്റെ പേരാണ് ഇൻസൈറ്റ്. അത് എല്ലാ പ്രായത്തിലും ഉണ്ടാവും. ഓരോ പ്രായത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടി, നമുക്ക് കിട്ടേണ്ട ട്രോമകളെ നമ്മൾ മറികടന്ന് അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്ത് കുറച്ചുകൂടി ബെറ്ററായി ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ സൊസൈറ്റിയിലോ സോഷ്യൽ മീഡിയയോ ഒക്കെ അങ്ങനെ ഒരു ഹെൽത്തി ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലല്ല ലോകത്തെ മോൾഡ് ചെയ്യുന്നത്. കാരണം അതൊരു കൊമേഴ്സ്യൽ കണ്ടന്റ് ആണ്. അപ്പോൾ അവിടെ ഞാനെന്നോ നിങ്ങളെന്നോ നിങ്ങളെ ഞാൻ നന്നാക്കണമെന്നൊന്നും നോക്കണില്ല. അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല കാര്യങ്ങൾ അഡൾട്ട് കണ്ടന്റുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ അഡൾട്ട് കണ്ടന്റുകളും ബാക്കിയുള്ള സാധനങ്ങളും പൊളിറ്റിക്കൽ കണ്ടന്റുകളും പേഴ്സണൽ ആയിട്ട് പറയുന്ന സാധനങ്ങളും വരുമ്പോൾ ഇവരെ തിരിച്ച് തട്ടം ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു, എൻ്റെ കുട്ടിയെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുട്ടിയെ പറയുന്നതിനേക്കാൾ മുമ്പ് അവർ മനസ്സിലാക്കേണ്ടത് സിനിമയിൽ പോലും നമുക്ക് എന്തുണ്ട്, കട്ടുണ്ട്. ഈ സംസാരിക്കുന്നത് പോലും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ പല പ്രായത്തിലിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് പല അൽഗോരിതം വെച്ചിട്ട് പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ കാണുന്നത് മാത്രമല്ല, പെയ്ഡ് പ്രൊമോഷൻ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ
ഈ കുട്ടികൾ അവരുടെ പ്രായത്തിൽ കാണുന്നതും കേൾക്കുന്നതും, എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടാവും, എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇത്തരമുള്ള സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ട്. സാധാരണ ജനങ്ങളോട് നേരിട്ട് ഫിസിക്കലിയാണ് സംസാരിക്കുന്നതെങ്കിൽ അവരുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവരുടെ റെസ്പോൺസും പിടികിട്ടും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എൻ്റെ കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ സിനിമയിൽ ഭയങ്കര വയലൻസ് കാണിക്കുന്ന പലതരം കണ്ടന്റുകൾ അഭിനയിക്കുന്ന ആളുകളും സ്വന്തം കുട്ടികളെ സിനിമ പോയിട്ട് സിനിമാക്കാരനാണെന്ന് പോലും ഐഡന്റിറ്റി ഇല്ലാതെയാണ് വളർത്തുന്നതെന്ന് പറയുന്ന സാധനം. ഇപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സേഫ്റ്റിയും നാട്ടുകാരായി നിങ്ങൾ എന്ത് വേണമെങ്കിലും കണ്ടോട്ടെ എന്ന് പറയുന്നിടത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ പറയുക. കാരണം എൻ്റെ മാത്രം സന്തോഷവും എൻ്റെ മാത്രം ആവശ്യങ്ങൾക്കും നിങ്ങൾ അത് ചില പേഴ്സണാലിറ്റി നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ അറിയുന്ന വേറെ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആൻറ്റി സോഷ്യലിൻ്റെ കണ്ടന്റ് വരും, നാർസിസ്റ്റിക് കണ്ടന്റ് വരും. അപ്പോൾ നമ്മളൊരു പൊതുവേദിയിൽ നിന്ന് നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ പറയുന്നത് ആരൊക്കെ കേൾക്കുന്നു, നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സിനിമാക്കാരെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ, ഇപ്പൊ നമ്മൾ ആരെയെങ്കിലും ചാടി കയറി കുറെ സെലിബ്രിറ്റീസിസം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇത് ആ ചില കുട്ടികൾക്ക് ആ പ്രായത്തിൽ അവരുടെ ബിഹേവിയറും അവർ കേൾക്കുന്നതും ഈ ഇപ്പം ഞാൻ പറയുന്ന കുറെ അനുഭവങ്ങൾ പോലെ നാട്ടുകാരുടെ അനുഭവങ്ങളാണ് പറയുക. ആ അനുഭവങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ ഫീൽ ചെയ്ത് വേറെ ആൾക്കാരുണ്ടാവും. അപ്പം ഞാനൊരു എൻ്റെ അനുഭവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സൊല്യൂഷനും കൂടിയാണ് പറഞ്ഞെങ്കിൽ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് അന്നേരം തോന്നുന്നത് ഇതാണ് സൊല്യൂഷൻ. അപ്പം ഞാൻ അവർ അങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, പിന്നെ അവർക്കാർക്ക് നോക്കുക ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഒക്കെ എടുത്ത് പ്രത്യേക രീതിയിൽ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരെയെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫക്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരമായി നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും AI ഒക്കെ എഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റിക്കും അത് ബാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അറിയാതെ നമ്മളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ വീഡിയോന്റെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി നമ്മൾ കാണുന്ന ഒരു അഡൽട്ട് കണ്ടന്റ് എന്ന് വെച്ചിരിക്കുക, ചിലർക്ക് അതിനോട് ഭയങ്കര വിരക്തി വരും ചെറിയ പ്രായത്തിലാണെങ്കിൽ. പിന്നെ അത് കുറച്ച് ക്യൂരിയോസിറ്റി വരും. അപ്പോൾ മാസ്റ്റർബേഷൻ അടക്കമുള്ള കാര്യങ്ങളിലുള്ള അവരുടെ അറിവും അറിവില്ലായ്മയും കിട്ടിയതും ഒക്കെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിനപ്പുറത്തേക്ക് അത്തരം കാണുന്ന കാഴ്ചകൾ കുട്ടികളുടെ ഇമേജിനെയും കോൺസെപ്റ്റിനെയും ബാധിക്കും. മറ്റൊരാളെ കാണുമ്പോൾ അവർ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും, അത് അവർ അങ്ങനെ ബിഹേവ് ചെയ്യും, ഇവരിങ്ങനെ ബിഹേവ് ചെയ്യൂ, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് മുതൽ നമ്മൾ ഗേ ആണോ ലെസ്ബിയൻ ആണോ എന്ന് വരെ സംശയിച്ച് പോകാൻ തരത്തിലേക്ക് അവരുടെ ചില ക്യൂരിയോസിറ്റി കണ്ടിന്യൂസ് കണ്ടന്റ് വരുമ്പോൾ അവർക്ക് തോന്നാം ഞാൻ അങ്ങനെയാണ്. അങ്ങനെ ലെസ്ബിയനോ ഗേയോ ബൈസെക്ഷലോ മുതൽ ഇങ്ങോട്ടേക്ക് കുറെ ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വർത്തമാനങ്ങൾ നടക്കുമ്പോൾ നമ്മളത് റിലേറ്റഡ് കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ എവിടെയാണ് തീരുമാനിക്കുന്നത്? ഈ പറയുന്ന ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സ് മാത്രമല്ല, അത് കൃത്യമായി നമുക്ക് അങ്ങനെ ഒരു സംശയം വന്നു തുടങ്ങി നമുക്ക് കൃത്യമായ ഹോർമോണൽ ടെസ്റ്റുകൾ നടത്തി നമ്മളുടെ മറ്റ് കാര്യങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ പ്രായം കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു അപകടം പറ്റും. ഈ പ്രായത്തിൽ ശരിയാണെന്ന് വിശ്വസിച്ച് നമ്മൾ ചെയ്ത പലതും കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളുടെ അനുഭവം നമ്മളെ തിരുത്തുമ്പോൾ കല്യാണമേ കഴിക്കണ്ട, നീയൊന്നും കല്യാണമേ കഴിക്കണ്ട, ഇത് ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ആരുടെ മുമ്പിലാണ് പറയുന്നത്? 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നിൽക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിലാണ്. എന്നിട്ട് അവരും കല്യാണം കഴിക്കണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ വേറൊരു തരത്തിൽ പോസിറ്റീവായിട്ടാണ് പ്രസന്റ് ചെയ്യുക. ആ പ്രായത്തിൽ കല്യാണം കഴിക്കണോ വേണ്ടോ എന്നനുസരിച്ചിട്ടാണോ 23ാമത്തെ 24ാമത്തെ വയസ്സിൽ നമ്മൾ കല്യാണം കഴിക്കാൻ? നാളെ അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്ന ഒരു പ്രായത്തിൽ അവർ ജാതിയോ മതമോ ജെൻഡറോ ഒന്നും നോക്കാതെ അന്നത്തെ സമയത്തേക്ക് തന്നെ അതിന് ഈ അനാവശ്യമായി കുട്ടികൾക്ക് മനസ്സിലാവേണ്ടാത്ത സമയത്ത് ഈ ഇൻപുട്ടുകൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ സാർ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് പേര് നാളെ ഇതൊക്കെ അവരുടെ ലൈഫിൽ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ വരുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. ഞാനും ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒട്ടും ഒത്തന്റിക്കായി സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്കല്ല എന്നെ ആളുകൾ എടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ ഇടപെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് ചില വസ്തുതകളും ചില കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇത് ആളുകൾക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കണം, ഒരു ഹെൽത്തി ക്യൂരിയോസിറ്റി. ആ ഹെൽത്തി ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല സോഴ്സുകളിലൂടെ പല വിവരങ്ങൾ കിട്ടി, അതുപോലെ ഇതും ഒരു സോഴ്സ് മാത്രമാണ്. പക്ഷെ ആ സോഴ്സിന്റെ അകത്തുനിന്ന് ഹെൽത്തി ക്യൂരിയോസിറ്റി ഉണ്ടാവണം. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടതോ കേട്ടതോ എടുത്തതോ എടുക്കാൻ പോകുന്നതോ ആയ തീരുമാനങ്ങൾ ഫിസിക്കലി സോഷ്യലി ആൻഡ് മെന്റലി
നമ്മളുടെ കൂടി കാര്യത്തിൽ ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് എടുക്കാൻ അവർ തീരുമാനിച്ചാൽ നമ്മുടെ ഈ വർത്തമാനം സൂപ്പറാണ്. അങ്ങനെ ആയാൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ബിഫോർ ദ പ്രോസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനങ്ങളോ കാര്യങ്ങളോ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അവൈലബിലിറ്റിയിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള സോഴ്സുകൾ ഉപയോഗിക്കുന്ന പോലെ 10-100 എണ്ണങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ ഞങ്ങളെ ഉപയോഗിക്കാം. കാരണം ദിസ് ഇസ് നോട്ട് എ ഫസ്റ്റ് ചോയ്സ്, കാരണം ഇതൊരു പ്രൊമോഷൻ പ്രോഗ്രാം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്നല്ല പറയാം. അവരുടെ യുക്തിയും അവരുടെ ബോധ്യവും അവരുടെ രീതി അനുസരിച്ച് ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ തന്നെ വേണം അത് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 തവണ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവർ പോട്ടെ, അങ്ങനെ വരണം. ഒപ്പം ഈ പറയുന്ന പോലെ ഞാൻ അടക്കമുള്ള മനുഷ്യർ ഈ വേനലിൻ്റെ ഒക്കെ സമയത്ത് ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടേക്കാം. അപ്പോൾ അവരോട് മിണ്ടാതെയോ പറയാതെയോ ഇരിക്കേണ്ട. അവർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉപ്പ് വെള്ളം അല്ലാതെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് വാങ്ങി കൊടുക്കുക. അവർക്ക് വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് എന്നെ ഈ പറയുന്ന വണ്ടിയിലും അവിടെ ഇവിടെയും കൊണ്ട് നടന്ന് കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന പോലെ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ആൽബനിസം സുഹൃത്തുക്കളെയും നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റും. അവരുടെ ഒരു സ്റ്റോറി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കാതെ നമ്മളുടേതായിട്ടുള്ള പ്രോസസ്സിൽ ചെയ്യണം. പിന്നെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർക്കും കൂടി വേണ്ടി വരുന്ന കഥകൾ സിനിമയ്ക്കകത്തും പുറത്തും എങ്ങനെയൊക്കെയാണോ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ക്ലിയർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം ഇന്ത്യൻ്റെ സിനിമേൻ്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂടി സിനിമകളിലൂടെയാണ് ഇത്തരം മനുഷ്യർ വന്നത്, അല്ലെ ഇവരെ ഹീറോ ആക്കുന്നതിൽ എല്ലാ കലാകാരന്മാരെയും അങ്ങനെയാണ് ആക്കുന്നതിൽ ഞങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് പോലുള്ള അതും ഒരു ആറ്റിറ്റ്യൂഡാണ്. പെർഫെക്റ്റ്ലി മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരാളെ സ്വയം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പോഡ്കാസ്റ്റിനോടും എനിക്ക് ഒരുപാട് എന്താ പറയുക നന്ദി പറയാനുണ്ട്. കാരണം ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ സ്ഥിരമായി കാണുന്ന മനുഷ്യരെ അവരുടേതായ ചില പെർസ്പെക്റ്റീവുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഹെൽത്തി പ്രോസസ്സാണ്, ഹെൽത്തി അറ്റംപ്റ്റ് ആണ്. വളരെ ലൈറ്റായിട്ട് മാത്രമേ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുകയുള്ളൂ, കാണുകയുള്ളൂ, കേൾക്കുകയുള്ളൂ, അതിനെ റീച്ചുള്ളൂ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ജീവിതത്തിൻ്റെ റിയൽ ആയിട്ടുള്ള എല്ലാ കാര്യവും ഗൗരവമുള്ളതാണ്. അതിനെല്ലാ ഗൗരവത്തോടും തന്നെ കാണത്തുള്ളൂ. അല്ലാതെ ഒരു റീല് കണ്ടുപോകുന്ന പോലെ, ഒരു ബ്ലഫ് കണ്ടുപോകുന്നത് പോലെ അത്ര എളുപ്പത്തിലല്ല ആരുടെയും ജീവിതം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ അതിഥികൾ വരണം. അത്തരം അതിഥികളെ കേൾക്കാൻ ഉറപ്പായിട്ടും മനുഷ്യരുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു മാതൃകയാണ്. അപ്പോൾ ഈ ഒരു മാതൃക തുടരാൻ നിങ്ങൾക്കും കഴിയട്ടെ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.